ഇന്ന് അച്ഛനെ ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. മുടി വെട്ടണം. വളരെ നിർബന്ധിച്ചിട്ടാണ് വണ്ടിയിലൊക്കെ കയറിയത്. നേരെ അവിടെ ചെന്നപ്പോൾ ഒരാൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനും അച്ഛനോടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൈയുടെയും വിരലിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അതിനുശേഷം പതുക്കെ അച്ഛനെ വിളിച്ചു. അവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ നോക്കുമ്പോൾ അച്ഛനെ കസേരയിൽ കയറുന്നില്ല. അച്ഛൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ അത് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ പതുക്കെ പിന്നെ ഇരുന്ന് കാണിച്ചു. അച്ഛാ അത് കാല് പൊക്കി കയറാനുള്ളൊരു ഇതുകൊണ്ടാണ് അച്ഛന് ഒരു മടി. കുറച്ച് നേരം ഞങ്ങൾ ട്രൈ ചെയ്തു. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി ഇങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഞാൻ ആ കസേരയിൽ ഇരുന്ന് കാണിച്ചു, അച്ഛൻ ഇങ്ങനെ കയറാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അച്ഛൻ അത് റെഡിയായില്ല. പിന്നെ കുറച്ച് നേരവും കൂടെ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു മിക്കവാറും പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. അച്ഛനെ ഈ മുടിവട്ടം കൊണ്ടുവരുന്നത് ഭയങ്കര ടാസ്ക്കാണ്. എൻ്റെ അവസാനം അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛനെ കൊണ്ട് പതുക്കെ പറഞ്ഞ് കയറ്റിച്ചു. അപ്പോഴത്തേക്ക് ശരത്തൊരു തുണി അച്ഛൻ്റെ കൊടുത്തു. ഇനി അച്ഛൻ പതുക്കെ മടക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പം ശ്രദ്ധ മൊത്തം അതില്ല. ആ സമയത്ത് ശരത്ത് പതുക്കെ ഷേവ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. ഇപ്പം കഴിഞ്ഞ മാസത്തിന് ഒരു 10-25 ദിവസമായുള്ളൂ ഷേവ് ചെയ്തിട്ട്. അപ്പോഴത്തേക്ക് നല്ല താടിയായി അച്ഛന്. അച്ഛൻ പതുക്കെ തുണി പതുക്കെ മടക്കി കറക്റ്റ് വെച്ചു. അപ്പോഴത്തേക്ക് അവന് ഷേവ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കി. ഭയങ്കര ഒരു പ്രശ്നമാണ് അച്ഛനെ ഷേവ് ചെയ്യാനും മുടി വെട്ടാനും കൊണ്ടുവരിക എന്നുള്ളത്. ഇടയ്ക്ക് ചില സമയത്ത് അവൻ വീട്ടിൽ വന്ന് ചെയ്യുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ അച്ഛനെ ഇനി കൊണ്ടുവരത്തേ ഉള്ളൂ. ചില സമയത്ത് അച്ഛൻ അടക്കി ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും. ചില സമയത്ത് കത്തി കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അച്ഛൻ ബഹളം ഉണ്ടാക്കും. വീണ്ടും അച്ഛൻ ആ തുണി മടക്കിയൊക്കെ വെച്ച് സെറ്റാക്കി. ചില സമയത്ത് അച്ഛന് ഒരു വഴക്കും ബഹളമൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നിരിക്കും. ഒരു അനക്കമില്ല, പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഇതാര് ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ വീശ കറക്റ്റ് കേട്ടാ. അത് കയ്യിലിരുന്നാലേ പറ്റൂ. അതിന് കൊച്ചു അത് കയ്യിലിരുന്നാലേ ശരിയാവും. അത് മടക്കി ഇരിക്കണം. ആ ശരി, ശരി, അതാവും കൊടുത്തോളൂ. കുറച്ചുകൂടെ അച്ഛന് അടങ്ങിയിരിക്കണമെങ്കിൽ അച്ഛന് ഈ തുണി കൊടുക്കണം. തുണി കൊടുത്ത് അച്ഛൻ ഇങ്ങനെ മടക്കി സെറ്റായിട്ടിരിക്കും, ഇല്ലയോ? അച്ഛൻ നല്ലോണം മടക്കി കഴിഞ്ഞാൽ സെറ്റ് ആവത്തുള്ളൂ. ശരത്ത് ഉണ്ടായിട്ട് കുഴപ്പമില്ല. ശരത്ത് അച്ഛനോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അച്ഛൻ കയറി ഇരിക്കത്തില്ല. മടക്കി വെച്ചു. ഓ ഭയങ്കര പാടാ ഈ ഷേവ് ചെയ്യിപ്പിക്കാനൊക്കെ അച്ഛന്. കൊച്ചേട്ടാ അത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് മടക്കണം. ഓ ശരി, ഭയങ്കര പാടാണ് നമ്മൾ ഈ മുടി വെട്ടിക്കാനും കൊണ്ടുവരുന്നത്. അത് മാസത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഏറ്റവും ടാസ്ക്കാണ്, ഭയങ്കര പാടാണ്. പിന്നെ ശരത്ത് ഒരു നാക്കിനെ സെറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ ശരത്ത് AC ഒക്കെ വെച്ച് കേട്ടോ. ഇവിടെ ഹെർസൺ ബ്യൂട്ടി പാർലർ AC ഒക്കെ പുതിയൊരു ഫിറ്റ് ചെയ്ത്. ഇപ്പം എത്ര ദിവസമായിട്ട് വെച്ചിട്ട്? 2 ആഴ്ച AC ഒക്കെ വെച്ച്. ഇപ്പം ചൂടത്തൊക്കെ നമുക്ക് നല്ല തണുപ്പറ്റുന്ന മുടി വെട്ടാം കേട്ടോ. ഇപ്പം എല്ലാവരും ഇവിടെ വരിക. നമ്മുടെ മാവലി സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മുടെ റേഷൻ കടയുടെയും മാവലി സ്റ്റോറിൻ്റെയും ഓപ്പോസിറ്റാണ് സ്റ്റൈൽ മീ. AC ഒക്കെ വെച്ച് സെറ്റാണ്. അച്ഛനും ഷേവ് ഒക്കെ ചെയ്ത് സെറ്റായി. ഇവിടെ വെച്ചിരുന്നാ മതി അച്ഛാ. മതി മതി. ഇനി തന്നെ മുടിയെല്ലാം വെട്ടിയതിനു ശേഷം ഇപ്പോഴത്തേക്കൊരു 9:30 മണിയൊക്കെ കഴിഞ്ഞു. നേരെ കാപ്പി കുടിക്കാമെന്ന് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, കാരണം അച്ഛനെ കൊണ്ട് മുടിയൊക്കെ ഇട്ടൊക്കെ രാവിലെ ഞങ്ങൾ നേരെ ഇറങ്ങിയതാണ്. ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരെ കടയിൽ വന്നു. അച്ഛന് ഇടിയപ്പവും മുട്ടക്കറിയും മേടിച്ചു. ഞാനൊരു 3 ദോശ മേടിച്ചു. പിന്നെ കടലക്കറി. ഇതാണ് ഞങ്ങൾ രാവിലെ കഴിച്ചത്. ഇത് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കടയാണ്. ഏകദേശം ഹലോ മിസ്റ്റർ പെരേര. ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയത് കോവിഡ് സമയത്താണ്. ഞാൻ ആ കട തുടങ്ങിയത്. അതിനുശേഷം ഒരു 3 വർഷം മുമ്പ് ഞാൻ ഈ കട നിർത്തി. ഇപ്പോഴീ കട നടത്തുന്നത് എൻ്റെ കസിനാണ്, ശ്രീകുമാർ എന്നാണ് പേര്. ഇപ്പോൾ 3 വർഷമായി അദ്ദേഹമാണ് ഈ കട നടത്തുന്നത്. ഇപ്പോഴും എൻ്റെ പടവും അന്ന് വരച്ച അതേ കാര്യക്കച്ചറൊക്കെ ഇപ്പോഴും അവൻ നിലനിർത്തിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫോട്ടോയാണ് അവർ വെച്ചിരിക്കുന്നത്.
ഹലോ മിസ്റ്റർ പെരേര. വെട്ടിക്കവല ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ്. അടിപൊളി പഴങ്കഞ്ഞി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ചെങ്ങമനാട് പോയി മീൻ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി അച്ഛനെ കുളിപ്പിച്ച് കുട്ടപ്പനായി കുറിയൊക്കെ തൊട്ടു സെറ്റായി. അതിനുശേഷം അച്ഛനൊരു നാരങ്ങ വെള്ളം കൊടുത്തു. ആ നാരങ്ങ വെള്ളം അച്ഛൻ കുടിച്ചു. ഇനിയിപ്പം ചോറ് അരി അടുപ്പത്തിട്ടു നിങ്ങൾ, പക്ഷേ കറികളൊന്നും തോന്നയില്ലെന്ന്. ഇന്നൊരു ചെറിയ പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ചെങ്ങമനാട് കടലോരത്തു നിന്ന് മീൻ മേടിച്ചായിരുന്നു. ചെറിയ ചുമന്ന മീൻ, കിളിവരണ്ട എന്ന് പറയും, ആ മീനാണ് മേടിച്ചത്. അത് കുറച്ചെടുത്ത് വറുത്തു. ഇന്ന് ഉച്ചഭക്ഷണം അതൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ എനിക്ക് ഭയങ്കര തലവേദനയും കഫക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആവി പിടിച്ചു. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിനൊക്കെ പോകണം. ആവി നല്ല പിടിച്ചു. ഞാൻ പിടിക്കുന്നതെല്ലാം അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കണം. ബൈജുവാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അച്ഛൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് പറയുന്നതൊക്കെ ഉണ്ട്. അതിനുശേഷം ചോറായി, പിന്നെ പുളിശ്ശേരി, പിന്നെ മീൻ വറുത്തത്. ഇതാണ് ഇന്നത്തെ ചാപ്പാട്. ഇന്ന് കറികളൊക്കെ കുറവാണ്. ഇന്ന് ചോറും പുളിശ്ശേരിയും കിളിമീൻ വറുത്തതും മാങ്ങ അച്ചാറും മാത്രമേ ഉള്ളൂ. കുറേ ജോലിയുണ്ട്. ഇപ്പോഴെല്ലാം പരിപാടിയും കഴിഞ്ഞു. അച്ഛനെ കുളിപ്പിച്ചായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര തലവേദന, കവക്കെട്ടിൻ്റെ ആയിരുന്നു. ആവി പിടിച്ചു. അപ്പം ചോറൊക്കെ ഇപ്പം എല്ലാം പായതേ ഉള്ളൂ. പിന്നെ തോനെ വീഡിയോ എടുക്കുന്നില്ല. എനിക്കിന്ന് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ചെറുവക്കലാണ് പ്രോഗ്രാം. വൈകിട്ട് 8 മണിക്കാണ്. നമ്മുടെ തിരുവിതാംകൂർ ഹാസ്യകലയുടെ പ്രോഗ്രാമാണ്. നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് കേട്ടോ. 8 മണിക്കാണ് ചെറുവക്കൽ. ഇന്നലത്തെ വീഡിയോയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയമൊക്കെ. 8 മണിക്ക് ചെറുവക്കലാണ് പരിപാടി. സുഹൃത്തുക്കളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ വരിക. കഴിക്കുക കേട്ടോ, കഴിക്കുക. അത് മാങ്ങയാ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചോറൂണ് കഴിക്കുകയാണ്. അത് മാങ്ങ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിക്കുക. ഓക്കെ ഉറങ്ങല്. ചോറ് കഴിക്കുക കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ചോറുണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് എനിക്കിനി പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് പണിയുണ്ട്, സെറ്റ് ചെയ്യാൻ പോകില്ല. അച്ഛൻ കഴിക്കുക കേട്ടോ. കഴിക്കുക കേട്ടോ. ഇന്ന് രാവിലത്തുള്ള വീഡിയോ മൊത്തം ഇട്ട്. രാവിലെ അച്ഛൻ മുടി വെട്ടുന്നത്, കാപ്പി പിടിക്കുന്നത്, ഇനിയിപ്പോൾ ചോറൂടെ കഴിക്കുന്നതായിട്ട്. അച്ഛൻ കഴിക്കുക കേട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ എനിക്കിനി പ്രോഗ്രാമിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്നെല്ലാം താമസിച്ചെല്ലാം സെറ്റ്. അതുകൊണ്ടാണ് കറികളൊക്കെ കുറവായി. പുളിശ്ശേരിയും മീൻ വറുത്തതും ഇത് മാത്രമേ ഉണ്ടായിരുന്നു. മാങ്ങയച്ചാർ. അതെനിക്ക് നല്ല തലവേദന, കഫക്കെട്ട് കിടക്കുന്നതിൻ്റെ തോന്നുന്നു. എൻ്റെ നെറ്റിയിൽ ആവിയൊക്കെ പിടിച്ച് പുരിതം മാറി. ഓക്കെ കഴിക്കട്ടോ. ഓക്കെ കഴിക്കും.